രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ഒന്നാം പ്രതി ജില്ലാ കളക്ടറാണ് എന്നുമാണ് VS സുനിൽകുമാറിന്റെ ആരോപണം. നടരാജ് പരശുറാം വിവരവുമായി ചേരുന്നു. നടരാജ്, ഏത് റിപ്പോർട്ടിനെ കുറിച്ചാണ് സുനിൽകുമാർ സൂചിപ്പിക്കുന്നത്? തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ തിരുവമ്പാട് ദേവസ്വത്തിന്റെ ചില നിലപാടുകൾ പൂരം കലക്കലിന് കാരണമായി എന്ന തരത്തിലുള്ള പരാമർശമാണ് വന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കാര്യത്തിലാണ് VS സുനിൽകുമാർ ഇപ്പോൾ പ്രതികരിക്കേണ്ടത്. അതായത് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. 3 റിപ്പോർട്ടുകളായി വരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നിർണായകം. പൂരം കലങ്ങിയിട്ടുണ്ട്, പൂരം നല്ല സ്റ്റൈലായി കലക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിന് ഉത്തരവാദി ആരാണെന്നുള്ള കാര്യം അതിന്റെ ഗുണഭോക്താക്കളാണെന്നും അദ്ദേഹം പറയുന്നു. BJPയുടെ ലോക്സഭാ ജയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് തിരുവമ്പാട് ദേവസ്വത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ പൂർണ്ണമായും തനിക്ക് യോജിപ്പില്ല. തിരുവമ്പാട് ദേവസ്വത്തിലെ ചില ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രതികരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ചില തീരുമാനങ്ങളും ചില പ്രവർത്തികളും പൂരം കലക്കുന്ന കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതാണ് പ്രധാനമായും ഇതിൽ നടന്നിട്ടുള്ളത്. ദേവസ്വത്തിനെ ആകെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും മുമ്പ് ഇവിടെ കൃഷിമന്ത്രി ആയിരുന്ന, അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറയുന്നു. പൂരം അലങ്കോലപ്പെടാൻ പ്രധാന കാരണം അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പൂരം അലങ്കോലപ്പെടട്ടെ എന്നൊരു തോന്നൽ കളക്ടർക്ക് ഉണ്ടായിരുന്നു എന്നാണ് താൻ സംശയിക്കുന്നത്. കാരണം പൂരം അലങ്കോലപ്പെട്ടതിന് മാസങ്ങൾക്ക് ശേഷം BJP ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് ഒരു ഉന്നത പദവിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. അന്ന് പൂരം നടത്തലിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ, മന്ത്രിമാരോ അല്ലെങ്കിൽ MLA മാരോ അങ്ങോട്ട് വരേണ്ടതില്ല, താൻ ഈ കാര്യം കൈകാര്യം ചെയ്തു കൊള്ളാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതൊക്കെ തന്നെയും ഇത്തരത്തിൽ പൂരം കലങ്ങുന്നതിന് വേണ്ടി കളക്ടർ നിന്നിരുന്നോ എന്നുള്ളൊരു സംശയം തന്നിൽ ജനിപ്പിക്കുന്നതായി VS സുനിൽകുമാർ പറയുന്നുണ്ട്. കളക്ടറാണ് പൂരം നടത്തിപ്പിന്റെ കിങ് പിൻ എന്നിരിക്കെ തങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ടിന്റെ പരിമിതിയിൽ നിൽക്കുമ്പോൾ കളക്ടർ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു രീതിയിൽ അന്നത്തെ കളക്ടറായിരുന്ന ആൾക്കെതിരെ വലിയ രീതിയിലുള്ളൊരു ആരോപണം ഉന്നയിക്കുകയാണ് VS സുനിൽകുമാർ. എന്തായാലും ഇതിൽ പ്രത്യേകം പറയുന്നത് ഒന്നാമത്തെ പ്രതിയാവേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടറാണെന്നും പൂരം അലങ്കോലപ്പെട്ടിട്ടുണ്ടെന്നും ഇനി ഇതിന് പിറകെ നടക്കാനില്ലെന്നും അദ്ദേഹം പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു തൃശൂർ പൂരത്തിന് കള്ളം ഒരുങ്ങുകയാണ്. പൂരത്തിന്റെ നടത്തിപ്പുകൾ ദേവസ്വങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ വീണ്ടും പൂരം വരാതിരിക്കുമ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നതും വീണ്ടും പൂരം കലക്കൽ ചർച്ചയാവുന്നതും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടിയാണ് പൂരം കലക്കൽ വീണ്ടും ചർച്ചയാവുന്നതെന്നും ശ്രദ്ധേയമാണ്. അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു.